നമസ്കാരം. ഗുരുവായൂർ ഏകാദശി ഇന്ന് ആദ്യമായിട്ട് ഉദയാസ്തമന പൂജയില്ലാതെ നടക്കുകയുണ്ടായി. അതിന് കാരണം ദൈവഹിതം അറിഞ്ഞു എന്ന് തന്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് നടന്ന ദൈവഹിത പരിശോധനയിൽ അപ്രകാരം ദൈവഹിതം അനുകൂലമാണ് എന്ന് ബോധിപ്പിച്ചതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാൻ ഇതാവശ്യമായിരുന്നു എന്നും ദേവസ്വം പറയുന്നു. ഹൈക്കോടതി ഇതിന് അനുകൂലമായ നിലപാടെടുത്തു. സുപ്രീം കോടതിയിലേക്ക് ഒരു അപ്പീൽ പോകാൻ പോലും അവസരം കിട്ടാത്ത വിധം നമ്മളെ ഭക്തജനങ്ങളെ വലപ്പിച്ചു. എന്തായാലും ഇന്ന് സുപ്രീം കോടതിയിൽ വളരെ ശക്തമായിട്ട് തന്നെ ഇവിടുത്തെ ആചാരങ്ങൾ നിലനിർത്തണം എന്നുള്ള സൂചന നൽകുകയുണ്ടായി എന്ന് പറയുന്നു. എന്ത് തന്നെയായാലും ഭഗവാന്റെ ഹിതം എന്ത് എന്ന് ഭഗവാൻ അറിയിക്കുകയുണ്ടായി. തന്ത്രിക്ക് പുലവാലായ്മ വന്നു. അദ്ദേഹം ഭഗവാന്റെ സന്നിധിയിലേക്കോ അതല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തോ എത്താൻ പാടില്ലാത്ത വിധം അദ്ദേഹത്തിന് പുലവാലായ്മ നൽകുകയും ഭഗവാൻ ചെയ്തു. സത്യം ഇത് ഭഗവാന്റെ ഹിതം എന്താണ് എന്ന് അറിയാതെ ആ ഒരു അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ ഒരു ആശ്വാസമായി. കാരണം ഭഗവാന്റെ ഹിതം എന്താണ് എന്നുള്ളത് നമുക്കെല്ലാം കൃത്യമായി. എന്നിരുന്നാലും ഇതിലും വലിയൊരു പാപം കൂടി ഇന്ന് ചെയ്തിരിക്കുകയാണ്. തന്ത്രി ആണ് ഇന്ന് പ്രസാദകൂട്ടിന് ഉദ്ഘാടനം നിർവഹിച്ചത്. അദ്ദേഹം പുലവാലായ്മയിൽ ഇരിക്കുമ്പോഴും കളഭം ചാർത്തി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വിളക്ക് കൊളുത്താൻ എത്തുകയുണ്ടായി, ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയുണ്ടായി. വ്രതശുദ്ധിയോടുകൂടി ഭഗവാന്റെ പ്രസാദം മാത്രം കഴിച്ച് ഇന്നത്തെ ദിവസം കഴിയുന്ന ഭക്തജനങ്ങളുടെ വ്രതശുദ്ധിയെ ചോദ്യക്ക് ഭംഗം വരുത്തുന്ന ഒരു പ്രക്രിയയാണ്, ഒരു കാര്യമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനോടൊപ്പം ഭാരവാഹികളെല്ലാവരും ഉണ്ടായിരുന്നു. ഈ ഭാരവാഹികൾ അതിനുശേഷം അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ തന്നെ ചെയർമാനും ഉൾപ്പെടെ ഉള്ളവർ അമ്പലത്തിൽ പിന്നീട് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ തൊട്ടിട്ടുണ്ടാകാം. അങ്ങനെ അവരുടെ എല്ലാം ശുദ്ധിക്ക് അശുദ്ധിയായിട്ടുണ്ട്, അവരെല്ലാം എല്ലാം അശുദ്ധിക്ക് കുറവുണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത് പുണ്യാഹം നടത്തി ഉദയാസ്തമന പൂജയോടുകൂടി എല്ലാ ഇന്നത്തെ പൂജകളും ആവർത്തിക്കേണ്ടതുണ്ട്. സാധാരണ അതാണല്ലോ പതിവ്. കൊച്ചു കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിച്ചാൽ പോലും പുണ്യാഹം നടത്തുന്ന സ്ഥലത്ത് തന്ത്രിക്ക് എന്തുമാകാം എന്നുള്ള ഒരു കാര്യവും നമുക്ക് ഉൾക്കൊള്ളാനാകില്ല. ക്ഷേത്രം അതിനകത്ത് പുറത്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് പ്രസാദകൂട്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്നാണെങ്കിൽ പ്രസാദകൂട്ടല്ല, ഇത് ഭഗവാന്റെ ഏകാദശി നോൽക്കുന്നവർക്കുള്ള അന്നമാണ്. അത് ഒരു നേരം മാത്രം കഴിച്ച് വ്രതമെടുക്കുന്ന ഭക്തരാണ് അവിടെയുള്ളത്. അവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. അവരുടെ പുണ്യത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാവരും ഉത്തരം പറയേണ്ടതാണ്. അതിനുള്ള പ്രായശ്ചിത്തവും നടത്തേണ്ടതാണ്.